നോൺ വെജ് വിഭവങ്ങൾ നിരന്ന വിരുന്നുമേശ. ഇവിടേക്ക് ചോറുമായി വന്ന ആളെ കണ്ടപ്പോൾ ചിലർക്കൊക്കെ ഒരു പരിചിത ഭാവം, എവിടെയോ കണ്ടു മറന്ന മുഖം. ടെലിവിഷൻ ചർച്ചകളിലെ നിത്യസാന്നിധ്യമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അത്ര വേഗത്തിലല്ലെങ്കിലും ക്ഷണിക്കപ്പെട്ടവർക്ക് പിടികിട്ടി. കൂടുതൽ പേർ തിരിച്ചറിഞ്ഞതോടെ പലരും രണ്ടാമതും മൂന്നാമതുമെല്ലാം ചോറ് വാങ്ങി. വയനാടിനായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതികൾക്കായി പണം കണ്ടെത്തുന്നതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളമ്പ് നേതാവായി എത്തിയത്. അടൂർ അസംബ്ലി നിയോജക മണ്ഡലം ഭാരവാഹികളായിരുന്നു ഇതര വിളമ്പുകാർ. അപ്പോൾ ഇന്ന് വിളമ്പിന് കിട്ടുന്ന പണം മുഴുവൻ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് അസംബ്ലി കമ്മിറ്റി തരികയാണ്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ നാട്ടിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ എൻ്റെ അസംബ്ലി കമ്മിറ്റി അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇന്നത്തെ ശമ്പളം നമ്മൾ ഈ വയനാട്ടിലെ ഫ്ലഡ് റിലീഫിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എല്ലാ യുവജന സംഘടനകളും ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നതിനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പൊതുസമൂഹം അതിനെ വളരെ താല്പര്യത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വയനാടിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷിജോയുടെ MM കേറ്ററിംഗ് സ്ഥാപനമാണ് സൽക്കാരം ഒരുക്കിയത്. സംസ്ഥാന അധ്യക്ഷനടക്കം 16 പേർ വിളമ്പുകാരായി. ഇവർക്കുള്ള വേതനം 20,000 രൂപ വധൂവരന്മാർ ചേർന്ന് കൈമാറി. വിളമ്പുകാരെല്ലാവരും നവദമ്പതികൾക്കൊപ്പം ഒറ്റ ഫ്രെയിമിൽ ഇടം നേടുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് നമുക്ക്. അഭിലാൽ, പൊതുവേ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പലപ്പോഴും സിനിമകളിലാണെങ്കിലും അല്ലാതെയൊക്കെ പറയുന്നത് ഈ വിയർക്കാത്ത ആളുകളാണ് അല്ലേ, അല്ലെങ്കിൽ വിയർപ്പിൻ്റെ അസുഖമുണ്ട് എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. പക്ഷേ വിയർത്ത് ആ അധ്വാനത്തിൻ്റെ ഫലം തന്നെ ഒരു വലിയ കോസിന് വേണ്ടി വയനാട്ടിലെ ആ ഒരു സങ്കടക്കാഴ്ചയെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നൽകുന്നു എന്നത് നല്ല കാര്യമാണ്. തീർച്ചയായും മാതൃകയാക്കാവുന്ന, പ്രാവർത്തികമാക്കാവുന്ന നല്ലൊരു കാര്യം അല്ലേ? അതെ, വിളമ്പുകാരുടെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഉള്ള ഒരാൾ എന്നുള്ളതാണ് ഈ തീന്മേശയ്ക്ക് സമീപിക്കുന്ന ചിലരൊക്കെ തന്നെ പരസ്പരം പങ്കുവച്ചത്. എന്നാൽ ഇവർ ധരിച്ചിരുന്ന യൂണിഫോം അതിൽ ത്രിവർണ്ണമുണ്ട്, ഒപ്പം തന്നെ യൂത്ത് കെയർ എന്നുള്ള എഴുത്തുണ്ട്. ഇത് കൂടി കണ്ടപ്പോഴാണ് കോപ്പിയല്ല ഒറിജിനലാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. കേവലം വിളമ്പ് മാത്രമായിരുന്നില്ല, ഭക്ഷണം കഴിച്ച് അവരൊക്കെ തന്നെ ടേബിൾ വിട്ടു പോയപ്പോൾ പാത്രങ്ങൾ മാറ്റുകയും ഒപ്പം തന്നെ പുതിയ പേപ്പർ വിരിച്ച് പിന്നീടുള്ള ആളുകൾക്കുള്ള ഭക്ഷണ വിതരണം അടക്കം ഇവർ കൈകാര്യം ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ കേവലം ഒരു ഷോ ആയിരുന്നില്ല, മറിച്ച് വളരെ ആത്മാർത്ഥമായ ഇടപെടലാണ്. വിളമ്പിക്കൊടുക്കുന്നത് മാത്രമല്ല, പാത്രങ്ങൾ, മോശപ്പെട്ട പാത്രങ്ങൾ നീക്കം ചെയ്ത് അത് കഴുകി വൃത്തിയാക്കി തിരിച്ച് കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ ഭാഗമായ വാഹനങ്ങളിൽ കയറ്റി അയക്കുന്ന വരെയുള്ള പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഏർപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 16 പേരാണ്, രാഹുൽ മാങ്കൂട്ടം അടക്കം 16 പേരാണ് ഇതിൻ്റെ ഭാഗമായത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കേറ്ററിംഗ് ജോലിക്ക് ഒരു ദിവസം പോകുന്ന ആളുകൾക്ക് പത്തനംതിട്ടയിൽ സാധാരണ ലഭിക്കുന്നത് 800 രൂപയാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഇവർക്ക് 12,800 രൂപയാണ് പരമാവധി ഇവർക്ക് കിട്ടുക. എന്നാൽ ഇവരുടെ ഉദ്യമം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് ആകെ വരുമാനമായി തുകയായി നിശ്ചയിച്ചത് 20,000 രൂപയാണ്. അല്പം കൂടി ഉയർന്ന തുക കല്യാണത്തിൻ്റെ ഭാഗമായി വധൂവരന്മാർ തന്നെ ഇവർക്ക് സ്റ്റേജിൽ വെച്ച് നൽകി. സാധാരണഗതിയിൽ വിശിഷ്ടാതിഥികളൊക്കെ എത്തുന്നത് കല്യാണത്തിൻ്റെ വേദിയിലാണ്. എന്നാൽ ഇവിടെ ഊട്ടുപുരയിലാണ് വിശിഷ്ടാതിഥികൾ വിളമ്പുകാരുടെ റോഡിൽ എത്തിയതെന്നുള്ള സവിശേഷതയുണ്ട്. ഒപ്പം തന്നെ വിളമ്പുകാരായിട്ട് എത്തിയ ആളുകളൊക്കെ തന്നെ വധൂവരന്മാർക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ കൂടി എടുത്ത ശേഷമാണ് മടങ്ങിയത്. ചുരുക്കത്തിൽ വിളമ്പുകാർ കൂടി വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അവരുടെ ആൽബത്തിൻ്റെ ഫ്രെയിമിൽ കൂടി ഉൾപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, ഒപ്പം തന്നെ വിദ്യാഭ്യാസം മുടങ്ങിയ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ വലിയ പദ്ധതികളാണ് യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായ ധനസമാഹരണത്തിനാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പലപ്പോഴും നമ്മൾ ഈ സംഘടനകളൊക്കെ അല്ലേ പണം പിരിക്കുന്ന, അല്ലാതെ പിരിക്കുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടി പിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പകരം അധ്വാനിച്ച് നേടിയ പണം, അല്ലെങ്കിൽ ഒരു സംഘമായ ഒരു കാര്യം ചെയ്ത് അതിലൂടെ കിട്ടുന്ന പണം ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് തീർച്ചയായും മാതൃകയാക്കേണ്ട കാര്യമാണ്. അങ്ങനെ പല സംഘടനകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ശരി അഭിലാൽ, കാണാം.